സർക്കാർ അയ്യപ്പ സംഗമത്തിന്റെ തിരക്കിലാണ്. ശബരിമലയുടെ വികസനവും ആഗോള ഖ്യാതിയും ലക്ഷ്യം. പമ്പയിൽ 3000-ഓളം പ്രതിനിധികൾ വരും. മുഖ്യമന്ത്രി ഉണ്ടാവും. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ ക്ഷണിച്ചെങ്കിലും അദ്ദേഹം കൈയൊഴിഞ്ഞു. പകരം 2 മന്ത്രിമാർ തമിഴ്നാട്ടിൽ നിന്നെത്തും. BJPയും പരിവാർ സംഘടനകളും മുൻപത്തെ ആചാര ലംഘനത്തിന് മാപ്പ് പറഞ്ഞിട്ട് മതി അയ്യപ്പന്മാർക്കായുള്ള സംഗമം എന്ന നിലപാടിൽ. യുവതീ പ്രവേശനത്തിൽ കൈപൊള്ളിയ ഇടത് സർക്കാർ ആചാര ലംഘനത്തിന് ഒരുങ്ങുമെന്ന് കരുതാനാവില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന ഗവൺമെന്റും ചേർന്ന് ശബരിമല കേന്ദ്രീകരിച്ച് ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. തത്വമസി എന്ന സന്ദേശം ശബരിമലയുടെ കവാടത്തിൽ ദർശനത്തിനെത്തുന്ന ഏതൊരു ഭക്തരും ആദ്യം കാണുന്ന സന്ദേശമാണ്. വിശ്വമാനവതയുടെ സന്ദേശമാണ് ശബരിമല ഉയർത്തുന്നത്. ആ വിശ്വമാനവയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ ഭക്തരെ ഒരു വേദിയിൽ കൊണ്ടുവരിക എന്നത് ആത്മീയ, സാംസ്കാരിക, സാമൂഹിക, ധാർമ്മിക സംഗമം എന്ന രൂപത്തിലേക്ക് അത് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 75-ാം വാർഷികത്തിന്റെ ഭാഗമായി സർക്കാർ പിന്തുണയിൽ നടത്താൻ പോകുന്ന അയ്യപ്പ കൂട്ടായ്മ വിവാദമായി കഴിഞ്ഞു. ശബരിമല വികസനത്തിനായി സർക്കാർ അംഗീകരിച്ച മാസ്റ്റർ പ്ലാൻ പോലും ചർച്ചയ്ക്ക് വെക്കുന്ന ഒന്നാവും അയ്യപ്പ സംഗമം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതിനിധികളെ കൊണ്ടുവരും. ആകെ 3000 പേർ. മുൻപ് പാസ്പോർട്ട് ഉപയോഗിച്ച് വെർച്വൽ ക്യൂവിൽ രജിസ്റ്റർ ചെയ്ത ഭക്തരിൽ നിന്ന് തെരഞ്ഞെടുത്ത 500 പേർക്കായിരിക്കും വിദേശത്ത് നിന്ന് ക്ഷണം. ബാക്കിയുള്ളവരും പ്രത്യേക ക്ഷണിതാക്കൾ. എല്ലാവരും അയ്യപ്പ ഭക്തരാണെന്ന് ഉറപ്പുവരുത്തുമത്രേ. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങൾ പരിപാലിക്കാൻ ശബരിമലയുടെ വരുമാനം കൂട്ടണം. ഇതും ലക്ഷ്യത്തിൽപ്പെടുന്നു. ഇതിനകം തന്നെ സംഭാവന നൽകുന്ന ഭക്തർക്കായി ചില ആനുകൂല്യങ്ങളും ഉണ്ട്. അത് അയ്യപ്പ സംഗമത്തിൽ ഓഫറായി അവതരിപ്പിക്കുമെന്ന് പോലും വിമർശനം വന്നു കഴിഞ്ഞു. 10 ലക്ഷം മുതൽ 3 കോടിക്ക് മുകളിൽ സംഭാവന നൽകുന്നവർക്ക് വേണ്ടിയാണ് ശബരിമലയിൽ പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്ന കൂപ്പൺ. അയ്യപ്പ സംഗമത്തിൽ ആദ്യം എതിർപ്പ് വന്നത് സംഘപരിവാർ സംഘടനകളിൽ നിന്നാണ്. യുവതീ പ്രവേശനത്തിൽ സർക്കാർ എടുത്ത നിലപാട് ഇപ്പോഴുമുണ്ടോ എന്നായിരുന്നു ചോദ്യം. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ ക്ഷണിച്ചത് BJPയും ആയുധമാക്കി. അവിശ്വാസികളായ കേരള, തമിഴ്നാട് മുഖ്യമന്ത്രിമാർക്ക് അയ്യപ്പ സംഗമത്തിൽ എന്താണ് കാര്യമെന്ന്. സ്റ്റാലിനെ തടയുമെന്ന് പോലും BJP മുന്നറിയിപ്പ്. എന്നാൽ കാണാമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ആ അയ്യപ്പ സംഗമം അയ്യപ്പ ഭക്തന്മാർ വരുന്ന സ്ഥലത്ത് ഹിന്ദുവിന്റെ എതിരെ ഹിന്ദു വൈറസ് ആണെന്ന് പറഞ്ഞ DMK സ്റ്റാലിനും അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിച്ച CPM മുഖ്യമന്ത്രി അവിടെ പോവാൻ പാടില്ല. അതൊരു അപമാനമാണ്. അതിൽ നിന്ന് ഒരു ഉത്കണ്ഠയും ചന്ദ്രശേഖരൻ പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ ഇതൊരു ഓർമ്മിക്കാതെ പറഞ്ഞ ഒരു പാഴ്വാക്കാറ്റ് മാത്രമേ ഇത് കൂട്ടത്തിന് വേണ്ടി കഴിയുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ഒരു കലാപം ശബരിമല കഴിഞ്ഞ മുമ്പ് ശബരിമലയിൽ ഉണ്ടായതുപോലെ ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഈ ഈശ്വര വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു കലാപം ഉണ്ടാക്കി പിന്നെ അതിൽ നിന്നും വല്ല മുതലെടുക്കാൻ വേണ്ടി പറ്റുമോ എന്നായിരിക്കും ഒരു വിഷയം നോക്കുന്നത്. നല്ല നിലക്ക് ആ പരിപാടി നടക്കട്ടെ. പിന്നെ വിരട്ടലും കൊണ്ടൊന്നും പുറപ്പെടണ്ട കേട്ടോ. അതുകൊണ്ടൊന്നും പരിപാടി നടക്കാതിരിക്കില്ല. ഇത് രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിന്റെ ഒരു ശരിയായ നില അറിയാത്ത ഒരാളാണ്. എന്തായാലും സ്റ്റാലിൻ വരില്ല. പകരം 2 മന്ത്രിമാരെ അയക്കും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങിയപ്പോൾ തന്നെ ശബരിമലയിലെ യുവതീ പ്രവേശന കടുംപിടുത്തം സർക്കാർ ഉപേക്ഷിച്ചതാണ്. പിന്നെ അതേപ്പറ്റി മിണ്ടിയിട്ടില്ല. നഷ്ടപ്പെട്ട ഹൈന്ദവ വോട്ടുകൾ തിരിച്ചു പിടിക്കാനുള്ള നീക്കം കൂടിയാണ് അയ്യപ്പ സംഗമം. അതിന് NSS, SNDP പോലുള്ള സംഘടനകളുടെ പിന്തുണ ഉറപ്പിക്കാനും ശ്രമം. ഇതിന് തടയിടാനാണ് BJP സംഘപരിവാർ നീക്കം. മുഖ്യമന്ത്രിക്ക് ദൈവവിശ്വാസം ഇല്ലെന്ന കാര്യവും ശബരിമലയിൽ സർക്കാർ ഇടപെടലും ഭക്തർക്കിടയിൽ സംശയം ബലപ്പെടുത്തുന്നു. യുവതീ പ്രവേശന സമയത്ത് സന്നിധാനത്തേക്ക് സർക്കാർ പിന്തുണയിൽ എത്തിച്ച ആക്ടിവിസ്റ്റുകൾ അയ്യപ്പ കൂട്ടായ്മയിൽ എത്തുമെന്നും പ്രചാരണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ടല്ല ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ വെച്ചിട്ട് ശബരിമലയുടെ അടിസ്ഥാന വികസനം എന്നുള്ള സങ്കല്പം മാത്രമാണ്. അതാണ് അതിൻ്റെ അടിസ്ഥാനം. അല്ലാതെ ഇതിനൊരു വിവാദത്തിലേക്ക് കൊണ്ടുപോയി, ദയവായി ഒരു വിവാദത്തിലേക്ക് കൊണ്ടുപോയി തകർത്ത് കളയരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടുമുള്ളത്. പ്രതിഷേധിക്കുവാനും പ്രതികരിക്കുവാനും എല്ലാവർക്കും അവകാശമുണ്ട്. അതൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.
ഒരാളെയും ഞങ്ങൾ ഒഴിവാക്കി നിർത്തിക്കൊണ്ടിരുന്നു. സർക്കാർ പക്ഷേ ഇത്തരം ആരോപണങ്ങളിൽ കൊത്തുന്നില്ല. എല്ലാവരെയും ക്ഷണിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു. കേന്ദ്രമന്ത്രിമാരെ ക്ഷണിച്ചു കഴിഞ്ഞു. BJPക്കും പരിവാർ സംഘടനകൾക്കും ക്ഷണം കിട്ടിയിട്ടില്ല. അയ്യപ്പ സംഗമത്തെ വരുമാനം കൂട്ടാനുള്ള മാർഗമായും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വിശ്വാസികളെ കയ്യിലെടുക്കാനുള്ള നീക്കമായും കാണാം. ആചാര ലംഘനത്തിന് കൂട്ടുനിന്നതിന് തിരുത്തൽ വരുത്തിയെന്ന സന്ദേശവും. ഏതാനും പേരുടെ മുന്നിൽ വെച്ച് അന്തിമ രൂപം നൽകേണ്ട ഒന്നല്ലല്ലോ ശബരിമലയുടെ വികസന മാസ്റ്റർ പ്ലാൻ. ശബരിമലയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്ന പ്രതീതി ഉണ്ടാക്കാം. സംഭാവനയ്ക്കനുസരിച്ച് ഭക്തരെ തരംതിരിക്കുന്ന ഡയമണ്ട് മുതൽ സാധാരണ കൂപ്പൺ വരെ അവതരിപ്പിക്കുകയും ചെയ്യാം.